ഏത് മേഖലയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും, അധ്യാപകനാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും മറ്റു തൊഴിലാളികളാണെങ്കിലും, നമുക്കെല്ലാവർക്കും ആത്യന്തികമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് മരണശേഷമുള്ള നമ്മുടെ ജീവിതം വിജയകരമായി തീരുക എന്നുള്ളതാണ്. ആ പരലോക വിജയത്തിനു വേണ്ടി അതിനാവശ്യമായ നിലക്ക് നമുക്ക് കർമ്മങ്ങൾ ചെയ്യുവാനും ആ വിജയത്തിനു വേണ്ടി ഒരുങ്ങാനും വേണ്ടിയുള്ള ഒരു മേഖലയാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന 50 കൊല്ലം, 50 വർഷം, അത് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് വേഗം സമയം പോകണം. സമയം പോകുന്നില്ല, പല ആളുകൾക്കും പരാതിയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വേഗം സമയം പോകാനാണ്. ഇപ്പൊ വിദ്യാർത്ഥികളൊക്കെ വേഗം ദിവസങ്ങൾ പോകാൻ ആഗ്രഹിക്കും. അതെന്തിനാ? ശനിയും ഞായറും വന്നാൽ ലീവാണ്. മാസം ശമ്പളം കിട്ടുന്ന ആളുകളും ആഗ്രഹിക്കും വേഗം സമയം പോയി മാസം തീരാൻ, ശമ്പളം കിട്ടാൻ. വിദേശത്തുള്ള ആളുകളും ആഗ്രഹിക്കുക വേഗം സമയം പോകാനാണ്, കൊല്ലം തികഞ്ഞ് 2 കൊല്ലമായ നാട്ടിലേക്ക് വരാൻ വേണ്ടി. പക്ഷേ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ സമയം തീരുക അല്ലെങ്കിൽ സമയം പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമയം കഴിയാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹ് നമുക്ക് തന്ന സമയങ്ങളാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും സമയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. വേഗത്തിൽ കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് നമ്മുടെ സമയവും നമ്മുടെ ആയുസ്സും എന്നുള്ളത്. ഇന്ന് ഈ കൂടിയിരിക്കുന്ന എൻ്റെ മുമ്പിലുള്ള പല ആളുകളും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിരിക്കും. കാൽമുട്ട് വേദനയായും തണ്ടൽ വേദനയായും അല്ലെങ്കിൽ മുമ്പില്ലാത്ത പല ക്ഷീണങ്ങളും വേദനകളും പ്രയാസങ്ങളും പലതും അനുഭവിക്കുന്നവരായിരിക്കും. നമ്മുടെ ഇന്നത്തെ ആഗ്രഹം എന്ത് എന്ന് നമ്മോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്താ മറുപടി പറയാ? വേദനയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത ആ യുവത്വത്തിന്റെ ചെറുപ്പകാലം, നമ്മൾ ഓടിച്ചാടി കളിച്ചു നടന്നിരുന്ന ഒരു പ്രായം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇന്ന് കാലും നീട്ടി അവർ രോഗ അവസ്ഥയിൽ കിടക്കുകയാണ്. അവന്റെ ആഗ്രഹം എന്താണ്? തൻ്റെ ചെറുപ്പകാലം, ആരോഗ്യ കാലഘട്ടം അത് തിരിച്ചു കിട്ടാൻ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞു പോയ ആ ഒരു നല്ല കാലം തിരിച്ചു വരാൻ. ഇത് നമ്മൾ നമ്മുടെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മളൊന്ന് ആലോചിക്കുക. നമ്മളോട് ഖുർആൻ ഓതാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ് ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ച് നമ്മൾ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ, നമസ്കരിക്കാനും പറഞ്ഞും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞും സ്വതക്ക കൊടുക്കാനും പറഞ്ഞും നോമ്പെടുക്കാനും പറഞ്ഞും ദഅവത്ത് നടത്താൻ പറഞ്ഞും ഒക്കെ അള്ളാഹ് നമ്മൾ ഈ ദുനിയാവിലേക്ക് അയച്ചിട്ട് ആ കിട്ടിയ സമയത്തിനുള്ളിൽ നമ്മൾ അതൊന്നും ചെയ്യാതെ റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയായി കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ രോഗം ബാധിച്ച് രോഗമില്ലാത്ത ഒരു ദിവസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ചും ആയുസ്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ വിലപിക്കുന്ന, കരയുന്ന ചില രംഗങ്ങളും സമയങ്ങളും വരാനുണ്ട്. നമ്മൾ അറിയുക, നമ്മുടെ സ്ഥാപനത്തെക്കാൾ വലുത് നമുക്കൊരു മണിക്കൂറാണ്, അല്ലെങ്കിൽ 10 മിനിറ്റാണ്. നമ്മൾ പണം ചിലവഴിച്ചുണ്ടാക്കി എന്തൊന്നിനേക്കാളും വലുത് നമ്മുടെ സമയങ്ങളാണ്. കാരണം നമ്മൾ പടുത്തുയർത്തിയ വലിയ ഒരു സൗധം, അല്ലെങ്കിൽ ഒരു കെട്ടിടം, അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനം എന്തെങ്കിലും സംഭവിച്ച് തകർന്നു പോയി, കത്തിപ്പോയി, അങ്ങനെ സംഭവിച്ചാൽ തന്നെ കയ്യിൽ പണമുണ്ടെങ്കിൽ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും, മറ്റൊന്നുണ്ടാക്കാൻ കഴിയും. പക്ഷെ ഒരു 24 മണിക്കൂർ കടന്നുപോയാൽ, ഒരു ദിവസത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ, പിന്നെ നമുക്കതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഹിജ്റ വർഷം 1 നിന്ന് നമ്മൾ മാറി പുതിയ 1 പ്രവേശിച്ചു. മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് കഴിഞ്ഞ വർഷത്തോട് വിട പറഞ്ഞു. ഇനി ആ വർഷം നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സമയം പോകണം, അതങ്ങോട്ട് കഴിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കാനുള്ളതല്ല, മറിച്ച് എനിക്കും നിങ്ങൾക്കും നാളെ മരണശേഷം സ്വർഗം കിട്ടേണ്ടതുണ്ട്, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അതിനാവശ്യമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്, ആരെയും ആക്ഷേപിക്കാനല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഓതാൻ കൽപ്പിക്കപ്പെട്ട ദിവസം അൽഹംദുലില്ലാ പലരും ഓതിയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഓതാത്ത ആളുകളില്ലേ? അത് നമുക്ക് വേണ്ടി ആരോതും?
നമുക്ക് നമ്മുടെ ജോലി തിരക്കുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അൽക്കഹ്ഫ് ഓതാൻ സമയം കിട്ടുമോ? ഇല്ല. അതിനു വേണ്ടി പ്രത്യേകമായി അത് സമയം തന്നിട്ടില്ല. ഇതിന്റെ ഇടയിലൂടെ ഒക്കെ നടക്കണം. കുടുംബത്തിന്റെ കാര്യവും ജോലി സ്ഥലത്തെ കാര്യവും സ്ഥാപനത്തിലെ കാര്യങ്ങളും, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ 24 മണിക്കൂറിനുള്ളിൽ. അതോടൊപ്പം റബ്ബിന്റെ ഭാഗത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ, സുബൈ നമസ്കാരം അത് ജമാഅത്തായി നിർവഹിക്കൽ, അതിന് മുമ്പുള്ള തഹജ്ജുദ് നമസ്കാരം, ഇതൊക്കെ ആരാ നമുക്ക് വേണ്ടി ചെയ്യുക? നമ്മൾ തന്നെ ചെയ്യണം. ചെയ്യേണ്ട സമയത്ത് ഉറങ്ങി കഴിച്ചു കൂട്ടിയാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യാതെ ആ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, സഹോദരങ്ങളെ, പല വിഷയത്തിലും നമ്മൾ കരയുന്ന പോലെ അല്ല, അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മൾ കരയുന്ന ചില രംഗങ്ങൾ വരാറുണ്ട്. കാരണം എന്താണെന്നറിയോ? നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തതെന്തോ അതാണ് ഏറ്റവും വലുത്. ജീവിതത്തിൽ ഏറ്റവും വലുത് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ജോലി സ്ഥലം, എൻ്റെ കച്ചവടം, എൻ്റെ പീടിക, അല്ലെങ്കിൽ എൻ്റെ വിസ, അല്ലെങ്കിൽ എൻ്റെ ജോലി, അത് നമ്മൾ പലതും ചിന്തിക്കും. പക്ഷെ അതൊന്നുമല്ല ഏറ്റവും വലുത്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തത് എന്താണോ അതാണ് ഏറ്റവും വലുത്. അതേതാ? നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ യുവത്വമാണ്, നമ്മുടെ പ്രായമാണ്. 49 കഴിഞ്ഞ് 50-ലേക്ക് എത്തിയാൽ വയസ്സ് കൂടി എന്നല്ല, വയസ്സ് കുറയാണ്. അള്ളാഹ് ചിലപ്പോൾ 55-ലായിരിക്കാം നമ്മുടെ മരണം തീരുമാനിച്ചിട്ടുള്ളത്. അതിലേക്ക് അടുക്കുകയാണ്. ഇനി കുറച്ചേ ഉള്ളൂ. ഓരോ കൊല്ലവും കൂടുമ്പോൾ പ്രായം കൂടുകയല്ല, പ്രായം കുറയുകയാണ്. ഈ ദുനിയാവിൽ നമ്മുടെ ആയുസ് തീരുകയാണ്. ഓരോ ദിവസത്തെയും സൂര്യാസ്തമനങ്ങൾ നമ്മോട് പറയുന്നത്, ഓരോ രാത്രികളും പകലുകളും മാറി മാറി വരുമ്പോൾ അത് നമ്മോട് വിളിച്ചോതുന്നത്, മനുഷ്യ, നീ നിന്റെ ഖബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ നിന്റെ വിചാരണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ നിന്റെ മീസാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ നിന്റെ കർമ്മരേഖയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത്? ഓരോ ദിവസത്തെയും സൂര്യാസ്തമയം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമയത്തെയും സന്ദർഭങ്ങളെയും ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക. അതല്ലെങ്കിൽ നമ്മൾ കരയും, നമ്മൾ വിഷമിക്കും. അത് ഞാനോ നിങ്ങളോ പറഞ്ഞ കാര്യമല്ല, അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. മനുഷ്യ, നീ കരയുന്ന ചില സന്ദർഭങ്ങൾ വരാനുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ആ റബ്ബ് നമ്മോടുള്ള കാരുണ്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മോട് വിളിച്ചു പറയുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ചിന്തിക്കാനും നമ്മൾ നാളെ കരയാതിരിക്കാനും വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. വിശ്വാസികളെ, റബ്ബിനെ ഓർക്കുന്ന വിഷയത്തിൽ, അള്ളാഹിനെ സ്മരിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങൾക്ക് തടസ്സമാകരുത്. അത് നിങ്ങളെ അശ്രദ്ധമാക്കരുത്. അങ്ങനെ വല്ലവനും ചെയ്താലോ, വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹിനെ ഓർക്കാനും അള്ളാഹിനെ സ്മരിക്കാനും അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും സന്താനവും സമ്പത്തും തടസ്സമാണെങ്കിൽ അവൻ നഷ്ടകാരിയാണ്, ഒരു സംശയവുമില്ല. പിന്നെ പറയുന്നത് എന്താണ്? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണത്തിന് മുമ്പ് ചെലവഴിച്ചോ. അള്ളാഹ് തന്നത് നീ ചെലവഴിക്ക്. അത് എന്തിനു വേണ്ടിയാ? ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. മലക്കുൽ മൗത്ത് അടുത്ത് വന്നിട്ട് വാ പോവുക എന്ന് പറയുമ്പോ, നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ, ആ മലക്കുൽ മൗത്തിന്റെ വരവ് അടുത്തിരിക്കുന്ന ആരും കാണുന്നില്ല, നമ്മൾ കാണുന്നുണ്ട്. വീട് നിറയെ മലക്കുകൾ, നമ്മുടെ ചുറ്റും മലക്കുകൾ, ഇന്നലെ വരെ കാണാത്ത കാഴ്ചകൾ, രംഗങ്ങൾ അവർ വിളിക്കുക. ആ പോക്ക് എന്തിനാ? അവൻ അവിടെ ഉറപ്പായി വിചാരണയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ജീവിച്ച 40 കൊല്ലത്തെ കണക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ ഒരേ ഒരു ആഗ്രഹം എന്താ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. കുറച്ച് സമയം തരുമോ? സമയത്തിന്റെ വില മനസ്സിലാക്കണേ, ആയുസ്സിന്റെ വില മനസ്സിലാക്കണേ. അരമണിക്കൂറും 1 മണിക്കൂറും വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മുമ്പിലിരുന്ന് 5 മിനിറ്റ് പോലും ഖുർആൻ ഓതുമ്പോ മടി വരുന്ന നമ്മൾ 1 മണിക്കൂറോളം ചാറ്റിങ്ങുകളുമായി മുന്നോട്ട് പോകുമ്പോ നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകൾ അല്ലേ? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ആകാശം നിറയുന്ന, അൽഹംദുലില്ലാ തംലഉൽ മീസാൻ തുലാസ് നിറക്കുന്ന ഒരു അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതാ. ഒരു 2 സെക്കൻഡ് മതി അത് ചൊല്ലാൻ. പക്ഷേ ഫേസ്ബുക്കിന്, നമ്മുടെ മറ്റുള്ള ട്വിറ്ററിന്, വാട്സപ്പിന് നമ്മൾ കൊടുത്തത് അരമണിക്കൂർ.
തീർന്നില്ല, പിന്നെ അരമണിക്കൂർ, മണിക്കൂറുകൾ ഇരിക്കുകയാണ്. ഒരക്ഷരം ഓതിയാൽ 30 ഇരട്ടി 10 ഇരട്ടി പ്രതിഫലം. അലിഫ് ലാം മീം 30 പ്രതിഫലം. എത്ര ഖുതുബ നമ്മൾ കേട്ടു. ഞാൻ ആരും ആക്ഷേപിക്കല്ല, എന്നോടും നിങ്ങളോടും പറയാണ്, നമ്മുടെ സമയം അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുമ്പോ ഖുർആൻ ഓതേണ്ടടുത്ത് ഓതാതെ, സ്വലാത്ത് ചൊല്ലേണ്ടടുത്ത് ചൊല്ലാതെ, ദുഹ നമസ്കരിക്കേണ്ടടുത്ത് നമസ്കരിക്കാതെ, സ്വതക്ക കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ, കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാതെ മലക്കുൽ മൗത്ത് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുമ്പോ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരുമോ, ഫഅസ്വദ്ദഖ, ഞാൻ സ്വതക്ക കൊടുക്കാം. അല്ലാഹ് പറയാ, ഇപ്പൊ കൊടുത്തോ, മരിക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം നീട്ടിത്തരൂല. മാത്രവുമല്ല സൽക്കർമ്മം ചെയ്യുന്ന ആളാകാം ഞാൻ. എന്താ അള്ളാന്റെ മറുപടി? ശരി, ഒരാഴ്ച സമയം തരാം, ഇനി നല്ല പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് അള്ളാഹ് വിടുവോ? എന്നാ സമാധാന, ഒരാഴ്ച വേണ്ട, ഒറ്റ ദിവസം മതി, ഒറ്റ ദിവസം മതി, എല്ലാ കർമ്മവും ചെയ്യാം. പക്ഷേ അള്ളാന്റെ മറുപടി എന്താ? സമയം വന്നാൽ ഒരാൾക്കും നീട്ടിക്കൊടുക്കൂല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം അള്ളാഹ് നന്നായിട്ട് അറിയുന്നവനാണ്. സൂറത്തുൽ മുനാഫിഖ് 9-11 ഒന്ന് നന്നായി പോയി നമ്മൾ ആയത്തെടുത്ത് പരിശോധിക്കാം. സൂറത്തുൽ മുഅ്മിനൂൻ 99-100 ആയത്തുകൾ. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബിർജിഊൻ, മരണം വരുമ്പോൾ അവൻ പറയും, റബ്ബേ എന്നെ ഒന്ന് നീ മടക്കിക്കൊണ്ട. എന്തിനാണ് ആ മടക്കം? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ വീഴ്ച വരുത്തിയ മേഖലകളുണ്ട്, സൽക്കർമ്മം ചെയ്യാം റബ്ബേ, സമയം തരുമോ? കണ്ടോ, മരിക്കുമ്പോ മനുഷ്യന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, സൽക്കർമ്മം ചെയ്യാൻ സമയം തരുമോ? അള്ളാഹ് തന്ന ആയുസ് 40-50 കൊല്ലം എന്തിനാ? സൽക്കർമ്മം ചെയ്യാനാ. അത് ഇപ്പൊ ചെയ്തോളൂ. ഇതാ വെള്ളിയാഴ്ചയാണ്, നേരത്തെ പള്ളിയിലെത്തണം. നമ്മൾ പഠിച്ചു. ഞാൻ ആവർത്തിച്ച് പറയാണ്, ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാ. നേരത്തെ എത്തുമ്പോൾ എത്ര പ്രതിഫലം പള്ളിയിൽ വന്നാൽ, നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരുന്നാൽ മലക്കുകൾ പറയും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, മലക്കുകളുടെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളതൊക്കെ നഷ്ടപ്പെടുത്തല്ലേ? നമ്മുടെ സമയമല്ലേ പോകുന്നത്? ഈ വെള്ളിയാഴ്ച ഇനി കിട്ടുമോ? ഇല്ല, ഇനി അടുത്ത വെള്ളിയാഴ്ചയേ ഉള്ളൂ. ഈ വെള്ളിയാഴ്ച ഇനി കിട്ടൂല. ഇനി അടുത്ത വെള്ളിയാഴ്ച ആരൊക്കെ ഉണ്ട് പറയാൻ പറ്റില്ല. അതാണല്ലോ മനുഷ്യന്റെ അവസ്ഥ. നോക്കി, നിങ്ങൾ മരിക്കുമ്പോ പറയാ റബ്ബിർജിഊൻ, റബ്ബേ മടക്കിക്കൊണ്ട. അത് എന്തിനു വേണ്ടിയാ? ഇനി ഉറങ്ങാനോ കളിക്കാനോ നടക്കാനോ മൊബൈൽ എടുക്കാനോ അല്ല, മറിച്ച് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, വീഴ്ച വരുത്തിയ കാര്യങ്ങളിൽ ഞാൻ അതൊക്കെ നന്നാക്കി കർമ്മം ചെയ്യട്ടെ റബ്ബേ. എന്താ അല്ലാഹുവിന്റെ മറുപടി? കല്ലാ, ഇല്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അത് വെറുതെ പറയാണവൻ, എത്ര സമയം കൊടുത്താലും നന്നാവൂല. അള്ളാഹ്ക്കറിയാ, കാരണം 80 കൊല്ലം അവൻ ജീവിച്ചിട്ടുണ്ട്, നന്നായിട്ടില്ല, ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല. ഇനിയുള്ളത് ബർസഖാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള ആ കാലയളവ്. അപ്പൊ സഹോദരന്മാരെ, മരിക്കുമ്പോഴാ നമ്മുടെ ഒരു കരയില്. രണ്ടാമത് എപ്പോഴാണെന്നറിയോ? മരിച്ചു കഴിഞ്ഞ് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടും. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഒരു സംശയവുമില്ല. എല്ലാ അന്നാസ് അലിഫ് ലാം ചേർന്നാൽ അതിന്റെ അർത്ഥം എല്ലാ ആളുകളും എന്നാണ്. എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടും. ആ ദിവസം റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇന്ന് കേട്ട പലതും അന്ന് കാണുകയാണ്. പലതും ബോധ്യപ്പെട്ടിട്ടില്ല, പലതും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. കർമ്മരേഖ കയ്യിൽ തരും, തുലാസുണ്ട്, കൃത്യമായി തൂക്കിക്കണക്കാക്കും. വലത്തോട്ട് നോക്കും, കർമ്മങ്ങൾ കാണും. ഇടത്തോട്ട് നോട്ടും കർമ്മം കാണും. മുമ്പിലേക്ക് നോക്കും, അപ്പൊ നരകം കാണും. അതുകൊണ്ട് ഈത്തപ്പഴത്തിന്റെ ചീള് കൊണ്ടെങ്കിലും നരകം കാത്തോളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോയപ്പോ ഇങ്ങനെ നേരിട്ട് കാണുകയാണ്, ബോധ്യപ്പെടുകയാണ്. അത് കാണുമ്പോൾ വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റം ചെയ്ത ആളുകൾ റബ്ബിന്റെ മുമ്പിൽ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അവർ പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ, റബ്ബേ ഞങ്ങളെല്ലാം കണ്ടു, ഞങ്ങളെല്ലാം കേട്ടു, ഞങ്ങൾക്കൊക്കെ ഇതാ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഫർജിഅനാ നഅമൽ സ്വാലിഹാ, ദുനിയാവിലേക്കൊന്ന് മടക്കി തരുമോ? ഒരൊറ്റ ആഗ്രഹം മരണം മുതലുള്ളൂ. മരിക്കുമ്പോൾ ആഗ്രഹം ആയുസ് നീട്ടിത്തരുമോ? മരിച്ച് റബ്ബിന്റെ മുമ്പിൽ ചെന്നാൽ സമയം തരുമോ റബ്ബേ? ദുനിയാവിലേക്ക് മടക്കി തരുമോ റബ്ബേ? നഅമൽ സ്വാലിഹ, ഞാൻ സൽക്കർമ്മം ചെയ്യാം. ഇന്നാ മൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കാം. ഇനി നീ പറഞ്ഞ ഒന്നിലും സംശയിക്കൂല.
ഞാൻ സംശയം വെച്ച് നടക്കൂല. എന്ത് പറഞ്ഞാലും ഉറപ്പായ വിശ്വാസം ഞാൻ അതിൽ സ്വീകരിക്കാം റബ്ബേ, ഒന്ന് സമയം തരുമോ? അള്ളാന്റെ മുമ്പിൽ ചെന്നാൽ കഴിഞ്ഞില്ല, നരകം കാണുകയാണ്. അതൊക്കെ അല്ലേ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ. മനുഷ്യന്റെ ജീവിതം ഒരു യാത്രയാണ്, അവങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നരകത്തിന്റെ മുമ്പിലേക്ക് അവൻ എത്തും. അവിടെ എല്ലാവരും എത്തും, നല്ലവരും ചീത്തവരും ഒക്കെ എത്തും നരകത്തിന്റെ മുമ്പിൽ. നരകത്തിന്റെ മുമ്പിൽ എത്താത്ത ആരുമില്ല, റബ്ബിന്റെ ഉറച്ച തീരുമാനമാകുന്നു അത്. പിന്നെ തഖ്വയുള്ളവരെ നാം രക്ഷപ്പെടുത്തും. അക്രമികളെ, തിന്മ ചെയ്തവരെ നരകത്തിലേക്ക് തള്ളിയിടും. സൂറത്തു മറിയം അല്ലാഹു തആല പഠിപ്പിച്ചു. ആ നരകത്തിന് ചുറ്റും നമ്മൾ വരും. നരകം എങ്ങനെ കാണുക? ഒന്ന് ആലോചിച്ച് നോക്കി. സാമ്പത്തിക രംഗത്ത് ഞാൻ കാണിച്ച തിന്മകൾ, പലിശ അല്ലേ, പലിശക്ക് കടം വാങ്ങി, എന്തെങ്കിലും ചെറിയ ആവശ്യം വന്ന് വേഗം പണം കൊണ്ടുപോയി പിന്നെ ബാങ്കിൽ ആധാരം പണയം വെച്ച് അല്ലെങ്കിൽ പണ്ടം പണയം വെച്ച് പലിശക്ക് കടം വാങ്ങി, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അല്ലാഹു പറഞ്ഞതോ ആ പലിശയുമായി നീ ബന്ധപ്പെട്ടാൽ നരകം. അത് അന്ന് കേട്ടിട്ടേ ഉള്ളൂ ദുനിയാവ്. ഇപ്പൊ കാണുക, കണ്ണുകൊണ്ട് നിങ്ങൾ നേരിട്ടുള്ള കാഴ്ച കാണും. ഉറപ്പാന്ന് അല്ലാഹു ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അത്ര ഗൗരവം തോന്നിയില്ല. നരകം ഇങ്ങനെ കാണുമ്പോ, ആ കത്തിജ്വലിക്കുന്ന കത്തിയാളുന്ന നരകം കാണുമ്പോ എന്താ സഹോദരങ്ങളെ മനുഷ്യന്റെ ആഗ്രഹം? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ആഗ്രഹം? അരമണിക്കൂർ സമയം കിട്ടിയാൽ കുറച്ചു നേരം ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് സൊറ പറയായിരുന്നു, എവിടെയെങ്കിലും പോയിരുന്ന് നമുക്ക് കുറച്ചു നേരം പിന്നെ കളിക്കാമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദുനിയാവിന്റെ ആഹ്ലാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടാമായിരുന്നു എന്നായിരിക്കുമോ അവന്റെ ആഗ്രഹം? അല്ല. എന്താണ് അവൻ ആഗ്രഹിക്കുക? അല്ലാഹു തആല പറയാണ് സൂറത്തുൽ അൻആം 27-ാമത്തെ വചനം, വലൗ തറാ ഇദ് വഖിഫു അലന്നാർ. നരകത്തിന്റെ മുമ്പിൽ അവർ നിർത്തപ്പെടുന്ന രംഗം. നരകം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർ പറയും, റബ്ബേ, ഞങ്ങളൊന്ന് ദുനിയാവിലേക്ക് മടക്കപ്പെട്ടിരുന്നെങ്കിൽ, ഇനി റബ്ബിന്റെ ഒരു വചനത്തെയും ഞങ്ങൾ നിഷേധിക്കുകയില്ല, ഞങ്ങൾ പരിപൂർണ ഈമാനുള്ളവരായിക്കൊള്ളാം, എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊള്ളാം റബ്ബേ, ഈ നരകത്തിലേക്ക് പറഞ്ഞയക്കല്ലേ, ദുനിയാവിലേക്കൊന്ന് അയച്ചു തരണമേ. നരകം കാണുമ്പോ മനുഷ്യന്റെ ആഗ്രഹം എന്തിനാ? സൽക്കർമ്മം ചെയ്യാൻ. ഇനി ആ നരകത്ത് പോയാലോ? കേട്ടോളൂ, സൂറത്തു ഗാഫിർ 11-ാമത്തെ ആയത്ത്. ആ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുകയാണ് അവര്. പാപം ചെയ്ത ആളുകൾ നരക ശിക്ഷ അനുഭവിക്കുമ്പോ പറയാണ്, ഖാലൂ റബ്ബനാ അമത്തന തനതൈനി വഹയൈതന തനതൈൻ. റബ്ബേ, ഞങ്ങൾക്ക് നീ 2 മരണം തന്നു. 2 മരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഇല്ലാത്ത അവസ്ഥ, അതൊരു മരണമാണ്. പിന്നെ ജനിച്ചു. അതുകൊണ്ട് അല്ലാഹ് എന്ത് പറഞ്ഞത്? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും തുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. ആദ്യം നിങ്ങൾ മരിച്ച് ജീവല്ലാത്തവരായിരുന്നു, പിന്നെ ജീവിപ്പിച്ചു, പിന്നെ മരിച്ചു, പിന്നെ ജീവിപ്പിക്കുന്നു, പിന്നെ നരകം സ്വർഗം. അപ്പൊ 2 മരണവും 2 ജീവിതവും ഉണ്ട്. നരകത്ത് കടന്ന് പറയാ, നീ 2 മരണവും 2 ജീവിതവും നൽകി. എല്ലാ പാപവും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, ഞാൻ ശിർക്ക് ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. പുറത്തേക്ക് വല്ല മാർഗമുണ്ടോ? ഈ നരകത്ത് പുറത്തേക്ക് വല്ല മാർഗവുമുണ്ടോ? അത് എന്തിനാ? സൽക്കർമ്മം ചെയ്യാൻ. അത് സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനത്തിൽ പറയുന്നു, അവർ അതിൽ ഇസ്തറഹ എന്ന് പറഞ്ഞത് അറിയോ? ഉറക്ക അട്ടഹസിച്ച് കരയാന്ന. വലിയ വലിയ ആളുകൾ ഇങ്ങനെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി അട്ടഹസിച്ച് കരയുന്ന രംഗം നമ്മളൊന്ന് ആലോചിക്കാം. എല്ലാവരും കൂട്ടമായിട്ട് കരയുകയാണ്. ഇതൊക്കെ ഖുർആനാ പറയും, ഞാൻ ഒന്നും സ്വന്തമായിട്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞ ആയത്തുകൾ മാത്രം പറഞ്ഞു തരാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി. അവർ അതിൽ അട്ടഹസിച്ചു കൊണ്ടിരിക്കും. അവർ പറയാണ്, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹ. റബ്ബേ, ഞങ്ങളെ പുറത്താക്കിക്കൊണ്ട നഅമൽ സ്വാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ അവിടേക്ക് നോക്കി, അവിടൊക്കെ പറയുന്ന കാര്യം എന്താ? സൽക്കർമ്മം ചെയ്യാം, ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ചെയ്ത തിന്മയൊന്നും ഇനി ചെയ്യൂല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഒരു ചോദ്യം, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. നിങ്ങൾക്ക് ആ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനുള്ള ആയുസ് ഞാൻ തന്നില്ലേ? 40, 50, 60 കൊല്ലം ജീവിച്ചില്ലേ? അത്രയും സമയം ഞാൻ തന്നില്ലേ?
വജാഅകുമുൻ നദീർ, താക്കീതുകാർ വരികയും ചെയ്തില്ലേ? ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമായ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഇതൊക്കെ മുമ്പിലേക്ക് വന്നില്ലേ? അതുകൊണ്ട് ഫദൂഖു, അനുഭവിച്ചോളൂ, രക്ഷപ്പെടുത്താൻ ആരുമില്ല. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറയാ, സൂറത്തുൽ മുഅ്മിനൂനിന്റെ 104 മുതൽ 108 വരെയുള്ള വചനങ്ങൾ അല്ലാഹു തആല ഒന്നുകൂടി പറയാണ്, തൽഫഹു വുജൂഹുമുൻ നാർ, നരകം അവരുടെ മുഖത്തെ കരിച്ചു കളയും. വഹും ഫീഹാ കാലിഹൂൻ, അവർ പല്ലിളിച്ച് കാണിക്കുന്നവരായിരിക്കും. ഇത് പല്ലിളിച്ച് കാണിക്കാറിന നരകത്തിന്റെ ചൂട് കൊണ്ട് മുഖം കത്തിക്കരിഞ്ഞിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്. മുകളിലെ ചുണ്ട് നെറ്റിയിലേക്കും താഴത്തെ ചുണ്ട് കൊണ്ട് താടിയിലേക്കും വന്നിട്ട് പല്ലിളിച്ച് കാണിക്കുന്ന രൂപത്തിലായിരിക്കും നരകത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ചോദ്യം, അലം തകുൻ ആയാതി തുത്ല അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, എന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ച് തന്നിരുന്നില്ലേ, നിങ്ങൾ കളവാക്കുകയായിരുന്നല്ലോ. അപ്പൊ അവര് പറയാ, റബ്ബേ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ പിടികൂടി, ഞങ്ങൾ പിഴച്ചവരായിരുന്നു, അതുകൊണ്ട് റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, ഒന്ന് പുറത്താക്കിക്കൊണ്ട് റബ്ബേ, ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യൂല. ഇനിയും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നീ ഞങ്ങളെ ശിക്ഷിച്ചോ, അപ്പൊ ഞങ്ങൾ അക്രമികളാണ്. എന്താ അള്ളാന്റെ മറുപടി? നിന്യനായി കഴിഞ്ഞോളൂ നരകത്തിൽ, വലാ തുകല്ലിമൂൻ, മിണ്ടിപ്പോകരുത്. റഹ്മത്ത് തരേണ്ട, ആകെ നമ്മോട് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ റഹ്മത്ത് തരാൻ. ആ റബ്ബ് പറയാൻ, വലാ തുകല്ലിമൂൻ, മിണ്ടരുത് എന്നോട്. അതാണ് നരകത്തിലെ അവസ്ഥ എങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയമാണ്. അല്ലാഹ് തട്ടൂല. അത് ഏത് സമയത്താന്ന് പറയാൻ പറ്റൂല. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പ്രാർത്ഥിക്കുക, എന്നിട്ട് സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അത് നമ്മൾ ഉപയോഗപ്പെടുത്തി. പല പണ്ഡിതന്മാരും അത് അസറിന് ശേഷമാന്ന് പറഞ്ഞു, ചില ആളുകൾ ജുമാന്റെ മുമ്പാന്ന് പറഞ്ഞു. അസറിന് ശേഷമുള്ള സമയമാണ് കൂടുതൽ പ്രാധാന്യമുള്ള അഭിപ്രായം. അപ്പൊ ഏതായാലും ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക, വെള്ളിയാഴ്ച എന്തായാലും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയ്ക്കുള്ള സമയമുണ്ട്. അതൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് അങ്ങനത്തെ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ നമ്മുടെ ആയുസ്സിനെ ഫലവത്താക്കാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. ഇനിയും നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യം. ഒന്നെന്താ, കഴിഞ്ഞു പോയ ജീവിതം, കുറേ തെറ്റുകൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും, നിങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മളൊരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരനാണ്. ആ ഒരു വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ നമ്മുടെ പാപം പൊറുക്കേണ്ടതും നമ്മളെ വിചാരണ ചെയ്യേണ്ടതും ആളുകളല്ലല്ലോ, അള്ളയാണ്. ആ അള്ള നമ്മോട് പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. തെറ്റുകൾ ചെയ്ത അടിമകളെ എന്നല്ല, തെറ്റുകളിൽ അതിരുകവിഞ്ഞ എൻ്റെ അടിമകളെ. അള്ളാന്റെ ആ വിളി നമ്മളെയാണ്. അപ്പൊ റബ്ബിന് എത്ര സ്നേഹമുണ്ട്. തെറ്റുകളിൽ അതിരുകവിഞ്ഞ എൻ്റെ അടിമകളെ, ലാ തഖ്നതു, നിരാശപ്പെടണ്ട, ഞാൻ പുറത്തു വരും. അള്ളാന്റെ കാരുണ്യം വിശാലമാണ്. അല്ലാണ്ട് പൊറുക്കാൻ ആരുണ്ട്? തൗബ ചെയ്ത ഒക്കെ ഞാൻ പുറത്തു വരുന്ന ഗഫാറാണ് ഞാൻ എല്ലാ പാപം പൊറുക്കുന്നവനാ. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ വന്നുപോയ വീഴ്ചകൾ റബ്ബിനോട് പറയാം. ഇനി വരാനിരിക്കുന്ന സമയങ്ങളോ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതായത് രണ്ട് കാര്യം എന്ന് പറഞ്ഞത്. ഒന്ന്, കഴിഞ്ഞു പോയതുണ്ടല്ലോ, അള്ളാഹിനോട് പറയാം. അള്ളാഹ് തുറന്ന് നമ്മുടെ മനസ്സും ഹൃദയവും കണ്ണും തുറന്ന് റബ്ബിനോട് അങ്ങോട്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കാനും നമ്മളെ പുറത്ത് എല്ലാം മായ്ച്ചു തന്ന് നല്ലവരാക്കി മരിപ്പിക്കാനും അള്ളാഹ് സന്നദ്ധനാണ്. ഇനി അടുത്ത ജീവിതമോ അത് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ചിന്തിച്ചില്ലെങ്കിൽ, ഒരു കാര്യം കൂടി അള്ളാഹ് ഗൗരവത്തോടു കൂടി പറയുന്നു. സൂറത്തുൽ ഫജ്ർ 21 മുതൽ 26 വരെയുള്ള ആയത്തുകൾ. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി കൂട്ടിയിടിപ്പിക്കപ്പെട്ടാൽ, വജാഅ റബ്ബക വൽ മലകു സഫൻ സഫ, അല്ലാഹ് വരും, മലക്കുകളും വരിവരിയായി വരും. വജിഅ യൗമഇദിൻ ബിജഹന്നം, അത് നരകം ഇങ്ങനെ കൊണ്ടുവരും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ആലോചിക്കും, ഈ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്തു. അന്ന് അവൻ ആലോചിക്കും. അള്ളാന്റെ ചോദ്യം, അന്നാ ലഹു ദിക്റ, ഈ ആലോചന ഇപ്പൊ എവിടുന്ന് വന്നു? ഇത് ഇപ്പോഴല്ലല്ലോ ആലോചിക്കേണ്ടത്, ദുനിയാവിൽ നീ ജീവിച്ചില്ലേ, അപ്പൊ ആലോചിക്കേണ്ടേ. അപ്പൊ അവൻ പറയുന്നൊരു വാക്ക്, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഈ പരലോക രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ദുനിയാവിൽ ചെയ്തിരുന്നെങ്കിൽ. നോക്കൂ നിങ്ങൾ, എത്ര സ്ഥലത്ത് അല്ലാഹു തആല ആവർത്തിച്ചു പറയുന്നത്. ആ നരകം കൊണ്ടുവരപ്പെടുമ്പോ അവൻ അവന്റെ കാര്യം ആലോചിക്കുകയാണ്. സ്വർഗത്തിലേക്ക് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ഈ ജീവിതത്തിലേക്ക് വേണ്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എന്ന് അന്ന് പറയുമെന്ന്. എന്തിനാ അല്ലാഹ് ഇപ്പം പറയണത്? അത് നമ്മോടുള്ള സ്നേഹമാണ്.
അന്ന് അവൻ പറയല്ലോ യാ ലൈതനി കുന്തു തുറാബാ. സൂറത്തുൻ നബയിൽ അല്ലാഹ് പറഞ്ഞല്ലോ ഞാൻ മണ്ണായി തീർന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന. അതുകൊണ്ട് സഹോദരന്മാരെ, ആരും കൈപിടിക്കാനില്ലാത്ത, ആരും രക്ഷിക്കാനില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത നമ്മുടെ കർമ്മങ്ങൾ മാത്രം നമുക്ക് ഗുണം ചെയ്യുന്ന ആ പരലോകത്തേക്ക് യാത്രയാകുന്നവരാണ് നമ്മൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് അവനവന്റെ മരണത്തിന് മുമ്പ് എന്ത് കാര്യമാണോ അവിടേക്ക് വേണ്ടി ചെയ്യേണ്ടത് അത് ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക. അതല്ലെങ്കിൽ വിലപിക്കേണ്ടി വരും, കരയേണ്ടി വരും. ആ കരച്ചിൽ കൊണ്ട് കാര്യവുമില്ല. ആ കാര്യമാണ് അല്ലാഹു തആല നമ്മെ ഉണർത്തിയത്. ഞാൻ ആദ്യം ഓതി വെച്ച വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ അല്ലാഹുവിനെ പേടിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ആലോചിക്കുക. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹ് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാകുന്നു. അതുകൊണ്ട് അവനവനെ കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും മരണാനന്തര ജീവിതത്തെ ഓർത്തും നമ്മൾ ജീവിക്കുക. സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക. വന്നുപോയ തിന്മകളിലേക്ക് അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമയങ്ങളെ വേണ്ട രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യവും ഗൗരവവുമാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ചെയ്യാനും ചൊല്ലാനും പറഞ്ഞ പല കാര്യങ്ങളും അത് ചെയ്യുകയും ചൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ്. സമയത്ത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. നരകത്തിലേക്കുള്ള മാർഗമാണ് പ്രയാസം. കാരണം ആരും കാണാതെ പല തിന്മകളിലേക്ക് പോകണം, അപ്പോഴേ നരകം കിട്ടുള്ളൂ. പക്ഷെ സ്വർഗം അങ്ങനെയല്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല വെച്ച് തന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും കഴിവിൻ്റെ പരമാവധി ചെയ്യുകയും ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്, മഗ്‌രിബിന് ശേഷം നമ്മൾ രാത്രി ഉറങ്ങുന്നത് മുമ്പ് വരെയുള്ള ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ടുന്ന ചില വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ. അതിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല, ഹത്താ യഖറഅൽ അസ്സുമർ, സൂറത്തു സുമർ ഓതുന്നത് വരെ, വ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലും. അതായത് സൂറത്ത് സുബ്ഹാന എന്നും പറയും, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന സൂറത്തും അതേപോലെ സൂറത്തു സുമറും ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോൾ മഗ്‌രിബിന് ശേഷം ഓതാനുള്ള 2 സൂറത്താണ് അത്. പിന്നെ മറ്റൊന്ന് ആയിഷ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആയതാനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാഹു, ഒരു രാത്രിയിൽ ആരെങ്കിലും അത് ഓതിയാൽ അവനത് മതിയായതാണെന്നാണ്. പൈശാചികമായ സുരക്ഷ, മറ്റുള്ള അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷ, മറ്റുള്ള ഷെറുകളിൽ നിന്നുള്ള എല്ലാ മേഖലയിലും അല്ലാഹു തആല സുരക്ഷ നൽകുന്ന 2 ആയത്താണ് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്തുള്ള ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ആ അത് മുതലുള്ള 2 ആയത്തുകൾ. അതേപോലെ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി, ഖുർആനിലെ ഒരു സൂറത്ത് 30 ആയ 30 ആയത്തുകൾ, ശഫഅത് ലി റജുലിൻ ഹത്താ ഗുഫിറ ലഹു, അത് ആരെങ്കിലും ഓതിയാൽ ആ വ്യക്തിക്ക് വേണ്ടി അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നത് വരെ ആ സൂറത്ത് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും. വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക എന്ന് പറയുന്ന ആ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സൂറത്താകുന്നു അത്. അതേപോലെ തന്നെ ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ, അതായത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന പിന്നെ ആ സൂറത്തു സജദ അത് ഓതുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്.
അതേപോലെ തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. അപ്പൊ ഇങ്ങനെ ഹദീസുകളിൽ കാണുന്ന ചില പ്രത്യേകം സൂറത്തുകൾ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് സജദ, സൂറത്തു സുമർ, സൂറത്തുൽ ഇസ്രാ, അതേപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർവത്ത് ബിനു നൗഫൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇഖ്റ, നീ ഓതണം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം, സുമ്മ നം അലാ ഖാതിമതിഹാ, അത് അവസാനിപ്പിച്ചുകൊണ്ട് നീ ഉറങ്ങണം. ഫഇന്നഹാ ബറാഅത്തുൻ മിനശ് ശിർക്ക്, അത് നിനക്ക് ശിർക്കിൽ നിന്ന് മോചനം നൽകുന്ന സൂറത്താണ്. അപ്പോൾ സൂറത്തുൽ കാഫിറൂനയും ഓതണം. പിന്നെ ആയത്തുൽ കുർസി ഓതിയിട്ട് വേണം കിടക്കാൻ. പിന്നെ സൂറത്തുൽ നാസും ഫലക്കും ഇഖ്ലാസും കൈകളിൽ 3 തവണ ഊതി ശരീരം 3 തവണ തടവിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ പാരായണ രീതിയും. അപ്പോൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മഗ്‌രിബ് മുതൽ കുറേശ്ശെ ചെയ്താൽ നമുക്ക് എന്തായി? ആ സമയം നമുക്ക് ഉപകാരപ്രദമായി. അതിൻ്റെ പേരിൽ പിന്നെ ഖേദിക്കേണ്ടി വരുന്നില്ല. ഇതൊന്നുമില്ലാതെ മഗ്‌രിബ് മുതൽ ഇശാ വരെ സമയം കളഞ്ഞ് അത് കഴിഞ്ഞ് ഉറങ്ങോളം ആ സമയം കളഞ്ഞാൽ പിന്നെ നമുക്കതിൻ്റെ പേരിൽ കരയേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചത്. ഏതായാലും ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ, നമ്മളെ പിന്താങ്ങാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവുകയില്ല. ചെയ്യേണ്ടത് ചെയ്യുക, പറയേണ്ടത് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി പറയുകയും ചെയ്യുക. കഴിഞ്ഞു പോയ തെറ്റുകളിലേക്ക് നമ്മൾ അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഈ വിസ്ഡം ടീച്ചേഴ്സ് കെയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മദ്രസാധ്യാപകന്മാരുടെ ഒരു സഹായ നിധി എന്ന നിലക്ക് നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു സംവിധാനമുണ്ട്. അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ അവരുടെ ഉപരിപഠനങ്ങൾ, അതേപോലെ അവർക്ക് രോഗം വരുമ്പോൾ അവരുടെ ചികിത്സകൾ, അതേപോലെ തന്നെ അവരുടെ പെൻഷൻ, അവരുടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ പാവപ്പെട്ട പല അധ്യാപകന്മാരും നമ്മുടെ മദ്രസകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്പകാലം മുതലേ ഖുർആനോത്തും നമസ്കാരമൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ്. അല്പം പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പല ആളുകളും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു സഹായം എന്ന നിലക്ക് വർഷത്തിൽ ഒരു ദിവസം അവരുടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും അവരുടെ ചികിത്സാവശ്യാർത്ഥവും അതുപോലെ മറ്റ് എന്തെല്ലാം സാമ്പത്തികമായ ആവശ്യങ്ങൾ അവർക്ക് വരുന്നുണ്ടോ അതിലേക്ക് ഒരു സ്വതക്ക എന്ന നിലക്ക് നമ്മൾ കൊല്ലത്തിൽ ഒരു തവണ ഒരു കളക്ഷൻ എടുക്കാറുണ്ട്. ഇന്ന് അതിൻ്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് പുറത്ത് അതിനുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചെയ്യാം. നമ്മളൊന്നും അറിയാത്ത വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയ പല ആളുകളുണ്ട്. അതിൽ അധ്യാപകന്മാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. വീടില്ലാത്ത പല ആളുകളുണ്ട്, പ്രയാസപ്പെടുന്നവർ. ഒരേ വീട്ടിൽ ജ്യേഷ്ഠഞ്ചന്മാർ ഒന്നിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് മാറിപ്പോകാൻ, വേറെ വീട് വെക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു സഹായം, മന്നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ, ദുനിയാവിൻ്റെ പ്രയാസത്തിൽ ഒരു പ്രയാസം അകറ്റി കൊടുത്താൽ നഫസല്ലാഹു അൻഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസം അല്ലാഹു നമുക്ക് മാറ്റിത്തരുന്നതാണല്ലോ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ട ഹദീസുകളാണ്. അപ്പോൾ ആ ഹദീസുകളെ മുൻനിർത്തിയും പരലോകത്ത് നമുക്കൊരു ഗുണം എന്ന നിലക്കും നമ്മൾ ഒരു സ്വതക്ക മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു സംരംഭത്തിലേക്ക് കഴിയുന്ന നിലക്കുള്ള എല്ലാ സാമ്പത്തികമായ സഹായങ്ങളും നിങ്ങൾ നൽകുക. ഇന്ന് ഇല്ലാത്ത ആളുകൾ ഇവിടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ആത്മാർത്ഥമായി ആ കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയിൽ കൂടുതൽ മുന്നേറാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഒരു സഹോദരിയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സുഹൃത്ത് പറയുകയുണ്ടായി, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിനും മറ്റും എല്ലാവർക്കും അള്ളാഹു തആല സുഖവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മയും ഖൈറും ബറക്കത്തും ഉണ്ടാകുമാറാകട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا.
اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين.